പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ചിന്തിപ്പാൻ ഒരവസരം കൂടെ മഹാദൈവം നൽകിയതോർത്ത് നിങ്ങളോടൊപ്പം ഞാനും സന്തോഷിക്കുന്നു. 119 സങ്കീർത്തനം തുടർമാനമായി നാം ചിന്തിച്ചു വരികയാണല്ലോ. ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുന്ന ദൈവവചന ഭാഗം അതിന്റെ 23 വാക്യമാണ്. സാം 119 വേഴ്സ് 23. ആ വാക്യം ഇങ്ങനെയാണ്: പ്രഭുക്കന്മാരും ഇരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു, എങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏതൊരു ദുഃഖകരമായ ദോഷകരമായ അനുഭവങ്ങളിലും നാം എടുക്കുന്ന സ്റ്റെപ്പുകളും നമ്മുടെ മനോഭാവങ്ങളും അതിനെ ആശ്രയിച്ചിരിക്കും ദൈവം കാര്യങ്ങളുടെ റൂട്ട് തിരിച്ച് നമ്മെ സഹായിക്കുന്നത്. ദൈവഭക്തനായ ദാവീദിന് വിരോധമായിട്ട് സമൂഹത്തിലെ ഉന്നതന്മാരായ ആളുകൾ കൂടിയിരുന്ന് സംസാരിക്കുമ്പോൾ ഭക്തൻ തന്റെ ചിന്തകളെയും തന്റെ വിചാരങ്ങളെയും ദൈവവചനത്തിലേക്ക് വഴിതിരിച്ചുവിട്ട് മഹാദൈവത്തിലും ദൈവത്തോളം വലിപ്പമുള്ള ദൈവവചനത്തിലും തന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. തനിക്ക് വിരോധമായ ആളുകൾ സംസാരിക്കുന്നു. ആ സംസാരത്തിന് ചെവി കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ തന്റെ മുഴുവൻ ശ്രദ്ധയും തന്റെ കോൺസെൻട്രേഷൻ മുഴുവനും ജീവനുള്ള ദൈവത്തിന്റെ വചനത്തിലേക്ക് താൻ കേന്ദ്രീകരിച്ച് വചനം ധ്യാനിക്കുകയാണ്. വചനം ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ വചനത്തോടൊപ്പം സമയങ്ങൾ ചിലവഴിക്കുകയാണ്. അല്ലെങ്കിൽ വായിച്ച വചനത്തിന്റെ മുമ്പാകെ സമയങ്ങൾ ചിലവഴിച്ച് അത് വീണ്ടും വീണ്ടും മെഡിറ്റേറ്റ് ചെയ്യുവാൻ, ധ്യാനിക്കുവാൻ താൻ കൂടുതൽ സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഇവിടെ പ്രഭുക്കന്മാരാണ് ദൈവഭക്തന് വിരോധമായി സംസാരിക്കുന്നത്. പ്രഭുക്കന്മാരെന്ന് പറയുമ്പോൾ ഹയർ അതോറിറ്റികൾ, അല്ലെങ്കിൽ റൂളേഴ്സ്, അല്ലെങ്കിൽ ഒഫീഷ്യൽസ്. പക്ഷേ അവരോടൊന്നും മറുപടി പറയാൻ പോകാതെ തന്റെ ശ്രദ്ധ ദൈവത്തിങ്കലേക്ക്, ദൈവവചനത്തിങ്കലേക്ക് താൻ തിരിച്ചുവിടുകയാണ്. ജീവിതയാത്രയിൽ വെല്ലുവിളികളും പോരാട്ടങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ നാം ദൈവത്തിൽ കേന്ദ്രീകരിക്കാൻ തയ്യാറായാൽ ആ ദൈവത്തിൽ നിന്നുള്ള ആശ്വാസങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിച്ചെടുത്ത് ജീവിതത്തിലെ പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കുവാനിടയായിത്തീരും. ധന്യനായ പത്രോസ് എഴുതിയ 1 ലേഖനം 2 അധ്യായം അതിന്റെ 9 വാക്യത്തിൽ, 1 പീറ്റർ ചാപ്റ്റർ 2 വേഴ്സ് 9 ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യരുത്. കാരണം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ദോഷം ചെയ്യുന്നവരോടും നിങ്ങളോട് വഴക്കിന് വരുന്നവരോടും പകരം ദോഷത്തിനും വഴക്കിനും പോകാതെ നിങ്ങളവരെ അനുഗ്രഹിക്കണം. പഴയ നിയമം പ്രതികാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പുതിയ നിയമം ക്ഷമിക്കാൻ പറയുകയാണ്. റോമാലേഖനം 12 അധ്യായം 14 വാക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ എന്ന് പറയുകയാണ്.
സദൃശവാക്യങ്ങളുടെ പുസ്തകം 24 അധ്യായം അതിന്റെ 29 വാക്യത്തിൽ ശലോമോൻ പറയുന്നു, പ്രോവേർബ്സ് ചാപ്റ്റർ 24 വേഴ്സ് 29, അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവനോട് പകരം ചെയ്യുമെന്ന്, അവന്റെ പ്രവൃത്തിക്ക് പകരം കൊടുക്കുമെന്ന് നീ പറയരുത്. ദൈവത്തിന് സ്തോത്രം. ഒരാൾ ചെയ്ത ദോഷത്തിന്, ഒരാൾ ചെയ്ത ക്രൂരതയ്ക്ക് പകരം ചെയ്യാൻ നീ തുനിയരുത്. പകരം ചെയ്യുമെന്ന് പറക പോലും അരുത്. പ്രിയമുള്ളവരെ, എന്താണത് പറയാനുള്ള കാരണം? അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ ചെയ്താൽ നാമും അവരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലാതെയാകും. അവർ അവരുടെ ജോലി ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം. അവർ അവരുടെ ഗുണം കാണിക്കട്ടെ, നമുക്ക് നമ്മുടെ ഗുണം കാണിക്കാം. ഓരോ പച്ചക്കറികളും ഓരോ പഴവർഗ്ഗങ്ങളും അതതിന്റെ ഗുണം കാണിക്കുന്നത് പോലെ നമ്മിലുള്ള ആ അന്തസത്ത, അല്ലെങ്കിൽ നമ്മിൽ ദൈവം പകർന്നിരിക്കുന്ന മൂല്യങ്ങൾ, അത് പുറത്ത് കാണിക്കുവാൻ, പക്വതയോടെ അത് വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, എല്ലാറ്റിനും മാതൃക നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. പത്രോസ് തന്റെ 1 ലേഖനം 2 അധ്യായം 23 വാക്യത്തിൽ, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 വേഴ്സ് 23, യേശുക്രിസ്തുവിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, തന്നെ ഉപദ്രവിച്ചവരെ ഭീഷണിപ്പെടുത്താതെ, ത്രിട്ടൺ ചെയ്യാതെ, ന്യായമായി വിധിക്കുന്നവനിൽ കാര്യം ഭരമേൽപ്പിക്കുവാനിടയായി. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് എതിർചിന്തകളും ആലോചനകളും വിചാരങ്ങളും കൂട്ടുകെട്ടുകളും വിരോധമായ സംഭാഷണങ്ങളും ഒക്കെ വരുമ്പോൾ ദൈവത്തിലും ദൈവവചനത്തിലും ആശ്രയിച്ച് നമ്മുടെ പ്രയാസങ്ങളെയും നമ്മുടെ സങ്കടങ്ങളെയും ന്യായമായി വിധിക്കുന്ന ദൈവകരങ്ങളിൽ ഭരമേൽപ്പിച്ച് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ നാം സമയം നൽകുമെങ്കിൽ മഹാദൈവം നമ്മുടെ സങ്കടം കണ്ട് ദോഷത്തെ ഗുണമാക്കി, ശാപങ്ങളെ അനുഗ്രഹമാക്കി, ബലയാമിന്റെ നാവിന്റെ നിയന്ത്രണം ദൈവം ഏറ്റെടുത്ത് ഇസ്രായേലിന് വിരോധമായി വന്ന ശാപങ്ങളെ അനുഗ്രഹമാക്കി ദൈവം മാറ്റിയതുപോലെ വിരോധമായുള്ള സംഭാഷണങ്ങളിൽ നിന്ന് അനുഗ്രഹത്തിന്റെ ഉറവകളെ തുറന്നു നടത്തുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. പഴയ നിയമത്തിൽ രാജാവായിരുന്ന ദാവീദിന് ഉത്തമനായിരുന്ന ഒരു കൗൺസിലർ, ഒരു ആലോചനക്കാരൻ, ഒരു മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് അഹീതോഫേൽ എന്നാണ്. ശമൂവേലിന്റെ 2 പുസ്തകം 16 അധ്യായം 23 വാക്യത്തിൽ, 2 സാമുവേൽ ചാപ്റ്റർ 16 വേഴ്സ് 23 നാം വായിക്കുന്നത്, അഹീതോഫേലിന്റെ ആലോചനകൾ ദൈവത്തിന്റെ അരുളപ്പാട് പോലെയായിരുന്നു. ഒറാക്കിൾസ് ഓഫ് ഗോഡ് എന്നാണ്. ദൈവത്തിന്റെ അരുളപ്പാട് പോലെ പ്രയോജനപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ദാവീദിന്റെ ഒരു ടോപ്പ് അഡ്വൈസർ ആയിരുന്നു. എന്നാൽ ഇടക്കാലത്ത് അഹീതോഫേൽ ദാവീദിനെ വിട്ട് ദാവീദിന് വിരോധമായി അബ്ശാലോമിനോടൊപ്പം കൂട്ടുകൂടിയ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ശമൂവേലിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്നാൽ തന്റെ മന്ത്രിയായിരുന്ന, തന്റെ ആലോചനക്കാരനായിരുന്ന അഹീതോഫേൽ തനിക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി വീണ്ടും ആലോചനകളുമായി കടന്നു വരുമ്പോൾ ദൈവഭക്തനായ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അഹീതോഫേലിന്റെ ആലോചനകളെ അബദ്ധമാക്കണമേ. നമുക്കറിയാം, ദൈവം ആ പ്രാർത്ഥന കേട്ടു. തന്റെ ഭക്തന് വേണ്ടി ദൈവം ഇറങ്ങി. അഹീതോഫേൽ പറഞ്ഞ മുഴുവൻ ആലോചനകളെയും അബദ്ധമാക്കി
അവസാനം തന്റെ ആലോചനകളൊന്നും ഉദ്ദേശിക്കുന്നത് പോലെ നടക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ ആ മനുഷ്യൻ തന്റെ വീട്ടുകാര്യം ക്രമപ്പെടുത്തിയതിനു ശേഷം അവൻ സൂയിസൈഡ് ചെയ്ത് ആത്മഹത്യ ചെയ്ത് മരിച്ചുപോയതായി ശമൂവേലിന്റെ 2-ാം പുസ്തകം 17-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. പ്രിയമുള്ളവരെ, ദുഷ്ടപിശാചിന്റെ എല്ലാ ആലോചനകളെയും അബദ്ധമാക്കിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവീക പദ്ധതികളെ നിറവേറ്റി ദൈവം ഒരുക്കുന്ന പുത്തൻ വഴികളിലൂടെ ജയത്തോടെ നടത്തുവാൻ കർത്താവ് ശക്തനാണ്. സാധാരണക്കാരോ ഉന്നതരോ ആരുമായിക്കൊള്ളട്ടെ, കൂട്ടം കൂടി വിരോധമായി സംഭാഷിക്കുമ്പോൾ, പദ്ധതികൾ ഒരുക്കുമ്പോൾ, ആലോചനകൾ തയ്യാറാക്കുമ്പോൾ ഭക്തനായ ദാവീദ് ചെയ്ത പോലെ ദൈവവചനത്തിലും ദൈവത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദൈവത്തിന്റെ ചട്ടങ്ങളെ ധ്യാനിച്ച് പ്രമാണപ്രകാരം ജീവിച്ച് ദൈവീക പദ്ധതികളുടെ നിറവേറലിനു വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.